പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ വിശ്വരാമൻ. ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ കോവിഡ് മരണക്കണക്കിനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. കണക്കുകൾ മറച്ചുവെക്കുന്നില്ലെന്ന് ആരോഗ്യമന്ത്രി. പ്രതിരോധ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തിക്കാട്ടാൻ പ്രതിപക്ഷ ശ്രമമെന്നും വീണ ജോർജ്. മന്ത്രി പ്രസ്താവന പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. രണ്ടാം തരംഗം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയെന്നാരോപിച്ച് സഭയിൽ അടിയന്തര പ്രമേയം. വിവാദമല്ല ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എല്ലാവർക്കും സൗജന്യ വാക്സിൻ നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം പ്രതിപക്ഷ ഭേദഗതികളോടെ പാസാക്കി. കമ്പോളത്തിൽ മത്സരിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുത്തകകൾക്ക് മാത്രം വാക്സിൻ നിർമ്മാണത്തിന് കേന്ദ്രം അനുമതി നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വാക്സിൻ വിതരണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി സംസ്ഥാനം ഹൈക്കോടതിയിൽ. വാക്സിന് വ്യത്യസ്ത വിലകൾ തീരുമാനിച്ച് കേന്ദ്രം കരിഞ്ചന്ത പ്രോത്സാഹിപ്പിക്കുന്നു. സ്വകാര്യ ആശുപത്രികൾക്ക് ലഭിക്കുന്ന വാക്സിൻ സംസ്ഥാന സർക്കാരിന് ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി. കേന്ദ്രവും ICMR-ഉം വിശദീകരണം നൽകണം. കൊടകര കുഴൽപ്പണക്കേസിലെ മുഖ്യപ്രതികളുമായി തൃശൂർ ജില്ലയിലെ BJP നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയെന്ന് പോലീസ്. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രധാന പ്രതി ദീപക് കവർച്ചയ്ക്ക് ശേഷം എത്തി. BJP ജില്ലാ നേതൃത്വം ദീപകിനെ വിളിച്ചു വരുത്തിയതെന്ന് അന്വേഷണ സംഘം. ഫണ്ട് വിനിയോഗത്തിൽ ഓഡിറ്റ് നടത്തണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കൾ. കൊടകര കുഴൽപ്പണക്കേസിലെ ധർമ്മരാജനെ കണ്ടെന്ന BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷിന്റെ മൊഴി. മുറിയെടുത്ത് നൽകിയത് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി എത്തിയതിനാൽ പാർട്ടിക്കെതിരെ ആരോപണം വന്ന സാഹചര്യത്തിൽ സമാന്തര അന്വേഷണം നടത്തിയെന്നും അനീഷ് കുമാർ. NDA പ്രവേശനത്തിന് CK ജാനുവിന് BJP പണം നൽകിയെന്ന ആരോപണവുമായി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ട്രഷറർ. BJP അധ്യക്ഷൻ തിരുവനന്തപുരത്ത് വെച്ച് 10 ലക്ഷം രൂപ കൈമാറി. ജാനു ആവശ്യപ്പെട്ടത് 10 കോടി രൂപയെന്ന് പ്രസീത. K സുരേന്ദ്രനുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്ത്. ആരോപണങ്ങൾ തള്ളി CK ജാനു. പാർട്ടിയെ തകർക്കാനുള്ള 2 വ്യക്തികളുടെ ശ്രമമെന്ന് വിശദീകരണം. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിൽ പ്രതിസന്ധി. 10ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിന് സ്വീകരിച്ച വെയിറ്റേജ് രീതി നടപ്പാക്കാൻ സാധ്യത. അന്തിമ തീരുമാനം വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം. ഫലം വരുന്നതുവരെ ഡിഗ്രി പ്രവേശനം നടത്തരുതെന്ന് CBSE മാനേജ്മെന്റ് അസോസിയേഷൻ. പരീക്ഷാ നടത്തിപ്പിൽ ഏകീകൃത സംവിധാനം വേണമെന്ന് പൊതു താൽപര്യ ഹർജി. സംസ്ഥാനത്തിന്റെ വരുമാനക്കുറവ് വലിയ വെല്ലുവിളിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നികുതി വരുമാനം കൂട്ടാൻ ജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ച മന്ത്രി. ബജറ്റിൽ ഊന്നൽ നൽകുക LDF പ്രകടന പത്രികയ്ക്കെന്നും ധനമന്ത്രി 24-നോട്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് വെള്ളിയാഴ്ച. ഇന്ധനവില വർധനയിൽ കേന്ദ്രത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. കേന്ദ്ര നടപടി ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് ബാധ്യതയുണ്ടാക്കുന്നു. സംസ്ഥാനം നികുതി വേണ്ടെന്ന് വെക്കണമെന്നത് വിചിത്രവാദം. ഇന്ധനവില വർധന കേരളത്തെ ദോഷമായി ബാധിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം സംസ്ഥാന കോൺഗ്രസിലെ സംഘടനാ ദൗർബല്യമെന്ന് അശോക് ചവാൻ റിപ്പോർട്ട്. ഗ്രൂപ്പുകൾക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശം. പുതുമുഖങ്ങൾ ഉൾപ്പെടുത്തി സമഗ്രമായ അഴിച്ചുപണി വേണമെന്ന് ശുപാർശ. KPCCയുടെ പുതിയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. K സുധാകരന് തന്നെ മുൻഗണന. ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ലെന്ന് രാഹുൽ ഗാന്ധി. ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് PT തോമസും പരിഗണനയിൽ. താക്കോൽ സ്ഥാനങ്ങളിലേക്ക് യുവാക്കളെ നിയമിക്കാനും കോൺഗ്രസ് ദേശീയ നേതൃത്വം. തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിലെ ജനങ്ങൾ നൽകിയ അംഗീകാരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ UDF ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി. BJP വോട്ട് വലിയ തോതിൽ UDF-ന് മറഞ്ഞു. സത്യം കാണാനോ തെറ്റ് തിരുത്താനോ UDF ശ്രമിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. കോവിഡ് രണ്ടാം തരംഗം രാജ്യത്ത് നിയന്ത്രണ വിധേയമാകുന്നു. പ്രതിദിന കോവിഡ് കേസുകളിൽ ഗണ്യമായ കുറവ്. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 1,32,788 പേർക്ക്. 3,207 മരണം. ചികിത്സയിലുള്ളത് 18 ലക്ഷത്തിൽ താഴെ രോഗികൾ. കുട്ടികളിൽ കോവിഡ് തീവ്രത വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്ന് നീതി ആയോഗ്.
കോവിഡ് വാക്സിനുകൾക്ക് രാജ്യത്ത് അനുമതി നൽകുന്ന മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി DCGI. വിദേശ വാക്സിനുകൾ രാജ്യത്ത് പരീക്ഷണം നടത്തണമെന്ന നിബന്ധന ഒഴിവാക്കും. ഇളവനുവദിക്കുക ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയ വിദേശ വാക്സിനുകൾക്ക്. കോവിഡ് ചികിത്സാ നിരക്ക് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികളുടെ ഹർജി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി നൽകി. RT-PCR നിരക്ക് 500 രൂപയാക്കിയതിനെതിരെ അപ്പീലുമായി ലാബ് ഉടമകളും ഹൈക്കോടതിയിൽ. നിരക്ക് നിശ്ചയിച്ച സർക്കാർ നടപടി നിയമപരമല്ലെന്നുടമകൾ. സംസ്ഥാനത്ത് ബ്ലാക്ക് ഫംഗസ് ചികിത്സയ്ക്കുള്ള മരുന്ന് ക്ഷാമം തുടരുന്നു. കേരളത്തിന് പുറത്തുനിന്ന് മരുന്നെത്തുമെന്ന് പ്രതീക്ഷ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ചികിത്സയിലുള്ളത് 18 പേർ. തുടർ ചികിത്സയ്ക്കുള്ള മരുന്നുകളും കിട്ടാനില്ല. രോഗം ഭേദമായവരെ ഡിസ്ചാർജ് ചെയ്യുന്നതിലും പ്രതിസന്ധി നേരിടുന്നുവെന്ന് ഡോക്ടേഴ്സ്. സംസ്ഥാനത്തെ ഓക്സിജൻ പ്രതിസന്ധിക്ക് പരിഹാരം. കേരളത്തിലേക്ക് 4ാമത്തെ ഓക്സിജൻ എക്സ്പ്രസ് എത്തി. ഒഡീഷയിൽ നിന്നും എത്തിച്ചത് 133 ടൺ ദ്രവീകൃത ഓക്സിജൻ. ഇതുവരെ ലഭ്യമാക്കിയ 513 ടൺ ഓക്സിജൻ നിന്നും വിതരണം ചെയ്തത് 380 ടൺ. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി കസ്റ്റംസ്. സ്വപ്ന സുരേഷും സന്ദീപ് നായരുമടക്കം 40ഓളം പ്രതികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. നടപടി പിടിച്ചെടുത്ത പണം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിന്റെ ഭാഗമായി. സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന UAE കോൺസുൽ ജനറലിനും അറ്റാഷയ്ക്കും നോട്ടീസ് നൽകും. മെഹുൽ ചോക്സി ആന്റിഗയിൽ പൗരത്വത്തിനായി സമർപ്പിച്ചത് വ്യാജരേഖകൾ. വിശദീകരണം തേടി 2019 ആന്റിഗൻ പ്രധാനമന്ത്രി മെഹുൽ ചോക്സിക്ക് അയച്ച കത്ത് പുറത്ത്. രേഖകൾ ഡൊമിനിക്ക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇന്ത്യ. ചോക്സിയെ വിട്ടു നൽകണമെന്ന് കോടതിയിൽ ഇന്ത്യ ഔദ്യോഗികമായി ആവശ്യപ്പെടും. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ അധോലോക കുറ്റവാളി രവി പൂജാരി ഇന്ന് കൊച്ചിയിലെത്തിക്കും. നിലവിൽ പരപ്പന അഗ്രഹാര ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് രവി പൂജാരി. ജൂൺ 8 വരെയാണ് കസ്റ്റഡി കാലാവധി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ കേരളത്തിലെത്തും. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്ക്. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ചികിത്സയ്ക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. കൂടുതൽ കരുതൽ കേന്ദ്രങ്ങളും CFLTCകളും ഏറ്റെടുത്തെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ നവജോത് ഖോസ. ആവശ്യമായ ജീവനക്കാരെ നിയോഗിക്കും. പരിശീലനം ലഭിച്ച മനുഷ്യവിഭവശേഷിയുള്ള ആംബുലൻസും ലഭ്യമാക്കും. ദേവികുളം MLA A. രാജ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കറുടെ ചേംബറിലെത്തിയായിരുന്നു സത്യപ്രതിജ്ഞ. ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാത്ത MLAയിൽ നിന്ന് പിഴ ഈടാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ A. രാജ വോട്ട് ചെയ്തത് ചട്ടവിരുദ്ധമെന്നും പ്രതിപക്ഷ നേതാവ്. പരിശോധിച്ച് റൂളിംഗ് പിന്നീടെന്ന് സ്പീക്കർ MB രാജേഷ്. ലക്ഷദ്വീപിലെ പോലീസ് നടപടികൾക്കെതിരായ ഹർജിയിൽ ഇടപെട്ട് ഹൈക്കോടതി. കിൽത്താനിൽ അറസ്റ്റിലായവർക്കെതിരെ ചുമത്തിയ വകുപ്പുകളും സ്വീകരിച്ച നടപടികളും വ്യക്തമാക്കാൻ ലക്ഷദ്വീപ് ഭരണകൂടത്തിന് നിർദ്ദേശം. ദ്വീപിൽ പോലീസിനെതിരെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് ലക്ഷദ്വീപിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ. അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ സമരം ശക്തമാക്കാൻ സേവ് ലക്ഷദ്വീപ് ഫോറം. അമിത്ഷായുടെ ഉറപ്പോടെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. ഭൂമി ഏറ്റെടുക്കൽ നിയമം നടപ്പാക്കാനുള്ള പുകപറ മാത്രമാണ് ബീഫ് നിരോധനമെന്ന് ഫോറം കോർഡിനേറ്റർ ഡോക്ടർ സിദ്ദിഖ് 24നോട്. ഫോറത്തിന്റെ ആദ്യ യോഗം കൊച്ചി. ലക്ഷദ്വീപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ സമരവുമായി ഇടതുപക്ഷ MPമാർ. വി ശിവദാസൻ, ബിനോയ് വിശ്വം, ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള MPമാർ പങ്കെടുക്കുന്നു. സമരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. പാലക്കാട് ഇഞ്ചകവലയിൽ അച്ഛൻ മകനെ കൊലപ്പെടുത്തി. മരിച്ചത് കടവാക്കുടി ജോസിന്റെ 29കാരനായ മകൻ ജിബിൻ. മദ്യപാനത്തെ തുടർന്നുള്ള വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അന്വേഷണം ആരംഭിച്ച് കല്ലടിക്കോട് പോലീസ്. സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറിയായി പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന് ഗൂഗിൾ ഡൽഹി ഹൈക്കോടതിയിൽ. സെർച്ച് എഞ്ചിൻ മാത്രമാണെന്നും പുതിയ IT ചട്ടങ്ങളുടെ പരിധിയിൽ വരില്ലെന്നും വിശദീകരണം. ആവശ്യമുന്നയിച്ചത് ചീഫ് ജസ്റ്റിസ് DN പട്ടേൽ അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ. മൃതദേഹങ്ങൾ നദികളിൽ തള്ളുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി. ആചാരപ്രകാരം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ മാർഗരേഖ പുറപ്പെടുവിക്കണമെന്നാവശ്യം. ഹർജി നൽകിയത് ഗംഗാനദിയിൽ മൃതദേഹങ്ങൾ ഒഴുകി വന്നതിനെ തുടർന്ന്. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി അരുൺ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റു. അരുൺ മിശ്രയുടെ പേര് ശുപാർശ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതി. നിയമനം അംഗീകരിച്ച് രാഷ്ട്രപതി. ഉന്നതാധികാര സമിതിയിലുള്ള കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ നിയമനത്തെ എതിർത്തിരുന്നു. നോക്കാം ദേശീയ വാർത്തകൾ.
ഗുജറാത്തിൽ സംസ്ഥാന ബോർഡിന്റെ 12ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കി. തീരുമാനം സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത്. അസമിലെ ഹോജായ് ജില്ലയിൽ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ 24 പേർ അറസ്റ്റിൽ. ചികിത്സയിലിരുന്ന കോവിഡ് ബാധിതർ മരിച്ചതിനെ തുടർന്നായിരുന്നു ആക്രമണം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രതികൾക്കെതിരായി ശക്തമായ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പോലീസ്. കോവിഡ് 2ാം തരംഗത്തിൽ രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചു മരിച്ച ഡോക്ടേഴ്സിന്റെ കണക്ക് പുറത്തുവിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. മരണസംഖ്യ 594 ഉയർന്നു. ഏറ്റവും കൂടുതൽ മരണം രേഖപ്പെടുത്തിയത് ഡൽഹിയിൽ. മരിച്ചത് 107 ഡോക്ടേഴ്സ്. BJP സർക്കാർ GST നിയമത്തെ വികലമാക്കിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ധനമന്ത്രിയുമായ പി ചിദംബരം. GST കൗൺസിൽ പാഴ് ചർച്ചകൾക്കുള്ള വേദിയായെന്നും എതിർക്കുന്നവരെ ശല്യക്കാരായാണ് ധനമന്ത്രി കാണുന്നതെന്നും പി ചിദംബരം. ബീഹാറിൽ ഡ്യൂട്ടി സമയത്ത് പോലീസുകാർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് വിലക്ക്. അസാധാരണ കേസുകളിലൊഴികെ മൊബൈൽ ഫോണോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ സമൂഹ മാധ്യമങ്ങളോ ഉപയോഗിക്കാൻ പാടില്ലെന്ന് DGPയുടെ ഉത്തരവ്. കോവിഡിന്റെ 2ാം തരംഗത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ 22.7 മില്യൺ ആളുകൾ തൊഴിൽ രഹിതരായി. രാജ്യത്ത് ജോലി ചെയ്തിരുന്നത് 400 മില്യൺ ആളുകൾ. കഴിഞ്ഞ 2 മാസത്തിനിടയിലെ കണക്ക് വ്യക്തമാക്കി സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി മേധാവി മഹേഷ് വ്യാസ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി പരീക്ഷ എഴുതാൻ കഴിയുന്ന സമയം പ്രവേശന പരീക്ഷ നടത്തുമെന്ന് JNU. കോവിഡ് മൂലം പ്രവേശനം വൈകിയാലും സിലബസിൽ വിട്ടുവീഴ്ചയില്ല. നഷ്ടപ്പെട്ട സമയത്തിനനുസരിച്ച് അക്കാദമിക് കലണ്ടർ ക്രമീകരിക്കുമെന്നും JNU വൈസ് ചാൻസലർ. മഹാരാഷ്ട്ര സർക്കാരിന് കീഴിൽ കോവാക്സിൻ ഉൽപാദനം ആരംഭിക്കുന്നു. ഹാഫ്കിൻ ബയോ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിരിക്കും ഉൽപാദനം നടത്തുക. പ്രതിവർഷം 22.8 കോടി ഡോസ് വാക്സിൻ ഉൽപാദിപ്പിക്കും. LLB വിദ്യാർത്ഥികളുടെ പരീക്ഷാ തീയതി തീരുമാനിക്കാൻ വിദഗ്ധ സമിതി. ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. മൂല്യനിർണയ തീയതിയും സമിതി തീരുമാനിക്കും. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ മണ്ടൈക്കാട് ക്ഷേത്രത്തിന് തീപിടിച്ചു. നേരത്തെ ഉപയോഗിച്ച പട്ടകൾ ശ്രീകോവിലിന് സമീപം കൂട്ടിയിട്ടിരുന്നു. കർപ്പൂരത്തിൽ നിന്നുള്ള തീ പട്ടിലേക്ക് പടർന്നതാണ് അപകട കാരണം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇന്റലിജൻസിലോ സുരക്ഷാ വകുപ്പുകളിലോ ജോലി ചെയ്തവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നതിന് നിയന്ത്രണം. വിരമിക്കലിന് ശേഷവും നിയന്ത്രണം ബാധകം. സംഘടനാ മേധാവികളുടെ മുൻകൂർ അനുമതിയോടെ വേണം ഇത്തരം നടപടികളെന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. അനധികൃതമായി അതിർത്തി കടന്നുവെന്നാരോപിച്ച് 4 വർഷം മുൻപ് പാകിസ്ഥാനിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഹൈദരാബാദ് സ്വദേശിയെ ഇന്ത്യക്ക് കൈമാറി. വിന്ദം പ്രശാന്ത് എന്ന യുവാവ് ഭവൽപൂർ പോലീസിന്റെ പിടിയിലായത് 2017 ഏപ്രിലിൽ സ്വിറ്റ്സർലൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ. വാക്സിനേഷൻ നിർബന്ധമാക്കി ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് ജില്ലാ ഭരണകൂടം. വാക്സിൻ സ്വീകരിക്കാത്ത സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല. ജില്ലാ മജിസ്ട്രേറ്റ് ചന്ദ്രവിജയ് സിംഗിന്റേതാണ് ഉത്തരവ്. അന്താരാഷ്ട്ര വാർത്തകൾ. ലോകാരോഗ്യ സംഘടനയുടെ കോവാക്സ് പദ്ധതിയിലേക്ക് $80 കോടി സഹായം നൽകാൻ ജപ്പാൻ. ആദ്യഘട്ടത്തിൽ പദ്ധതിയിലേക്ക് ജപ്പാൻ വാഗ്ദാനം ചെയ്തിരുന്ന $20 കോടി സഹായത്തിന് പുറമെയാണിത്. ദരിദ്ര രാജ്യങ്ങളിലേക്ക് സൗജന്യ വാക്സിൻ എത്തിക്കുന്ന പദ്ധതിയാണ് കോവാക്സ്. മെൽബണിലെ ലോക്ഡൌൺ ഒരാഴ്ച കൂടി നീട്ടി. നടപടി 51,000 പേരിൽ നടത്തിയ പരിശോധനയിൽ 6 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 60ആയി. ശ്രീലങ്കൻ തീരത്തിനടുത്ത് കത്തിനശിച്ച MV എക്സ്പ്രസ് വെയിൽ കണ്ടെയ്നർ കപ്പൽ മുങ്ങാൻ സാധ്യതയെന്ന് നാവികസേന. 100 കണക്കിന് ടൺ എണ്ണയും പ്ലാസ്റ്റിക് മാലിന്യവും കപ്പലിലുണ്ടെന്ന് നിഗമനം. ഇതിനകം ശ്രീലങ്കയിൽ വലിയ സമുദ്ര പാരിസ്ഥിതിക ദുരന്തത്തിന് കാരണമായ കപ്പൽ മുങ്ങുന്നത് കൂടുതൽ അപകടമുണ്ടാക്കുമെന്നും ഫിഷറീസ് മന്ത്രി കാഞ്ചന വിജയശേഖര. വിവാദ ഉത്തരവിൽ ഒപ്പുവെച്ച് ഫ്ലോറിഡ ഗവർണർ റോൺ ഡി സാന്റീസ്. സ്കൂൾ തലത്തിൽ പെൺകുട്ടികൾക്കുള്ള കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ട്രാൻസ്ജെൻഡേഴ്സിന് വിലക്ക്. നടപടി ജനങ്ങൾക്കിടയിൽ ട്രാൻസ്ജെൻഡേഴ്സിനോട് അകൽച്ച കാണിക്കാൻ ഇടയാക്കുമെന്ന് വിമർശനം. ഹോങ്കോങ്ങിലെ ജൂൺ 4 മ്യൂസിയം താൽക്കാലികമായി അടച്ചു. നടപടി മ്യൂസിയത്തിനെതിരായ ലൈസൻസ് ഉടമസ്ഥാവകാശത്തിനെ ചൊല്ലിയുള്ള പരാതിയിൽ. ടിയാൻമെൻ സ്ക്വയറിൽ മരിച്ചവരുടെ സ്മരണയ്ക്കായുള്ള മ്യൂസിയമാണ് ജൂൺ 4. അലാസ്കയിലെ ആർട്ടിക് ദേശീയ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലൂടെയുള്ള പെട്രോളിയം പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. റദ്ദാക്കിയത് ഡൊണാൾഡ് ട്രംപ് സർക്കാർ ലീസിന് നൽകിയ 1.6 മില്യൺ ഏക്കറിലെ പ്രവർത്തനങ്ങൾ. പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻതൂക്കം നൽകുമെന്ന് ജോ ബൈഡൻ. കൊടും കുറ്റവാളി ജിയോവാനി ബ്രൂക്കാസയെ ജയിലിൽ നിന്ന് വിട്ടയച്ചതിനെതിരെ ഇറ്റലിയിൽ പ്രതിഷേധം. 1992 മജിസ്ട്രേറ്റ് കുടുംബത്തെയും അംഗരക്ഷകരെയും ബോംബ് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയ കേസിൽ കുപ്രസിദ്ധനാണ്. ജിയോവാനി പുറത്തിറങ്ങിയത് 25 വർഷത്തെ ജയിൽ ശിക്ഷ പൂർത്തിയായതിനെ തുടർന്ന്.
ഡിജിറ്റൽ ഐഡന്റിറ്റി വാലറ്റിനായുള്ള പുതിയ പ്ലാനുകൾ യൂറോപ്യൻ കമ്മീഷൻ നാളെ പ്രഖ്യാപിക്കും. യൂറോപ്പിലുള്ളവർക്ക് പൊതു സ്വകാര്യ മേഖലയിലെ സേവനങ്ങൾക്ക് വാലറ്റ് ഉപയോഗിക്കാൻ കഴിയും. നടപടി കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. നിലവിൽ ഡിജിറ്റൽ വാലറ്റ് സേവനം പ്രയോജനപ്പെടുത്തുന്നത് 17 രാജ്യങ്ങൾ. ഇറാൻ നാവികസേനയുടെ കപ്പൽ മുങ്ങി. ജാസ് തുറമുഖത്തിന് സമീപം ഒമാൻ ഉൾക്കടലിലാണ് സംഭവം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സ്പോർട്സ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനായി ഇന്ത്യൻ ടീം ഇന്ന് പുറപ്പെടും. മുംബൈയിൽ നിന്നാണ് വിരാട് കോഹ്ലിയും സംഘവും ലണ്ടനിലേക്ക് പോകുന്നത്. 7 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ ടീം യാത്ര തിരിക്കുന്നത്. ജൂൺ 18-ന് പ്രഥമ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കലാശ പോരാട്ടം തുടങ്ങും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് 2ാം റൗണ്ടിൽ പ്രവേശിച്ച് സ്പാനിഷ് താരം റാഫേൽ നദാൽ ആദ്യ റൗണ്ടിൽ ഓസ്ട്രേലിയൻ താരം അലക്സി പോപ്പറിനെ പരാജയപ്പെടുത്തി. സ്കോർ 6-3, 6-2, 7-6. യൂറോ കപ്പിനുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചു. ലിവർപൂൾ താരം അലക്സാണ്ടർ അർണോൾഡ് ടീമിൽ. ജെസി ലിംഗാർഡിന് ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. റയൽ മാഡ്രിഡിന്റെ പുതിയ പരിശീലകനായി കാർലോ ആഞ്ചലോട്ടിയെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ സിനദിൽ സിദാന് പകരമാണ് പുതിയ നിയമനം. എവർട്ടണിൽ നിന്നാണ് ആഞ്ചലോട്ടി റയലിൽ എത്തുന്നത്. ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. കിവീസ് ടീമിൽ തിരിച്ചെത്തിയ ടീം സൗത്തി ആദ്യ 11-ൽ ഇടം നേടിയേക്കും. മത്സരം അല്പസമയത്തിനകം ലോർഡ്സിൽ ആരംഭിക്കും. ജില്ലാ വാർത്തകൾ. കേരളത്തിലെ ഏക സഫാരി പാർക്കായ തിരുവനന്തപുരം നെയ്യാർ ഡാം ലയൺ സഫാരി പാർക്കിലെ അവശേഷിച്ചിരുന്ന സിംഹവും ചത്തു. 21 വയസ്സുള്ള പെൺസിംഹമാണ് പുലർച്ചെയോടെ ചത്തത്. പ്രായാധിക്യത്തെ തുടർന്ന് ട്രീറ്റ്മെന്റ് കേജിൽ ചികിത്സയിലായിരുന്നു. കൊല്ലത്ത് കോവിഡ് വ്യാപനം കൂടി. എരുവിപുരം, കിളികൊല്ലൂർ എന്നിവിടങ്ങളിലും നഗരത്തിലെ തീരദേശ മേഖലകളിലും നിയന്ത്രണം കർശനമാക്കി പോലീസ്. ഈ പ്രദേശങ്ങളിൽ ഇളവുകൾ ദുരുപയോഗം ചെയ്ത് കൂടുതൽ വാഹനങ്ങൾ നിലത്തിറങ്ങിയ സാഹചര്യത്തിലാണ് നടപടി. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ PSA മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ഓക്സിജൻ സംവിധാനമുള്ള 6 കിടക്കകളടങ്ങുന്ന പുതിയ വാർഡ് പ്രവർത്തന സജ്ജമായി. അന്തരീക്ഷ വായുവിൽ നിന്ന് ഓക്സിജൻ വേർതിരിച്ചെടുക്കുന്ന പ്ലാന്റിന് മിനിറ്റിൽ 1000 ലിറ്റർ ശേഷിയാണ് ഉള്ളത്. ആലപ്പുഴ കന്നിട്ടജെട്ടിയിൽ 2 ഹൗസ് ബോട്ടുകൾ കത്തിനശിച്ചു. തീപിടുത്തമുണ്ടായത് പുലർച്ചെ. കൊയിനൂണിയ ക്രൂസിന്റെ ബോട്ടുകളാണ് കത്തിനശിച്ചത്. കോട്ടയം വീരാറ്റുപേട്ടയിൽ ചാരായം പാറ്റി വിൽപ്പനയ്ക്കെത്തിച്ച സംഭവത്തിൽ ഏജന്റ് ഉൾപ്പെടെ 3 പേർ പിടിയിൽ. കടത്തൂക്കാവ് സ്വദേശികളായ ദീപു, ശ്യാം, തലപ്പലം സ്വദേശി മാത്യു എന്നിവർ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 15 ലിറ്റർ വ്യാജമദ്യം പിടികൂടി. കോട്ടയം ജില്ലയിലെ മീനടം ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. BJPയുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം. BJP മീനടം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VK സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പാലായിൽ 3 ലിറ്റർ വ്യാജമദ്യവും 200 ലിറ്റർ വാറ്റുപകരണങ്ങളും പിടികൂടി. എക്സൈസ് കിഴപ്പറയാർ അഞ്ചാനിക്കൽ സിനോ ജോസഫിനെതിരെ കേസെടുത്തു. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നടപടി. ഇടുക്കി ഡാമിൽ വൈദ്യുതി ഉൽപാദനം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് നടപടി. നിലവിൽ ഡാമിൽ 37% ജലമുണ്ട്. ഇടുക്കി തൊടുപുഴയിലെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ നൽകി SBI. PP കിറ്റ്, സാനിറ്റൈസർ, മാസ്ക് എന്നിങ്ങനെ 50,000 രൂപയുടെ ഉപകരണങ്ങളാണ് നൽകിയത്. SBI ടൗൺ ബ്രാഞ്ച് ചീഫ് മാനേജർ ബിജു ലക്ഷ്മൺ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന് ഉപകരണങ്ങൾ കൈമാറി. ഇടുക്കി വട്ടവടയിൽ കോവിഡ് നിയന്ത്രണം കടുപ്പിച്ചു. 8 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. പഞ്ചായത്തിൽ ജനങ്ങൾ അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങുന്നത് നിരോധിച്ചു. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കാർഷിക ആവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി. സെക്കൻഡിൽ 300 ഘനയടി ജലമാണ് കൊണ്ടുപോകുന്നത്. കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ 130 അടിക്ക് മുകളിലാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. EVMന്റെ കേരളത്തിലുടനീളമുള്ള എല്ലാ ഓട്ടോമോട്ടീവ് ഡീലർഷിപ്പ് ജീവനക്കാർക്കുമായി സൗജന്യ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ. എറണാകുളം മരടിലെ EVM വോക്സ്വാഗൺ ഷോറൂമിൽ നാളെ ക്യാമ്പ് തുടങ്ങും. കോവിഡിനെതിരെ കാർട്ടൂണുകൾ വരച്ച് ശ്രദ്ധ നേടിയ യുവകലാകാരൻ ഇബ്രാഹിം ബാദുഷാ കോവിഡാനന്തര ചികിത്സയ്ക്കിടെ മരിച്ചു. ആലുവ താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കാർട്ടൂൺ ക്ലബ്ബ് ഓഫ് കേരള കോർഡിനേറ്ററും കേരള കാർട്ടൂൺ അക്കാദമി മുൻ വൈസ് ചെയർമാനുമാണ്. തൃശൂർ അരിയന്നൂരിൽ കോവിലൻ കുടീരത്തിൽ അനുസ്മരണ ചടങ്ങുകളും പുഷ്പാർച്ചനയും നടത്തി. കണ്ടാനശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയൻ, വൈസ് പ്രസിഡന്റ് ധനൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലയിലെ തീരദേശങ്ങളിൽ മത്സ്യബന്ധനം നടത്താൻ നിയന്ത്രണങ്ങളുടെ അനുമതി. ഹാർബറുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കും. തീരുമാനം ജില്ലാ കളക്ടർ S ഷാനവാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ.
ഗുരുവായൂർ മുൻ മേൽശാന്തി തൃശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളുമായിരുന്ന തലൂർ കുരിശാരൂർ KN ആര്യൻ നമ്പൂതിരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. അന്ത്യം തൃശൂരിൽ ചികിത്സയിലിരിക്കെ. പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലുള്ള ഓണറേറിയം കോവിഡ് സമാശ്വാസ പ്രവർത്തനത്തിനായി വിനിയോഗിച്ച് ലീല ശശി. ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായ ലീല 300ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു. പാലക്കാട് വടക്കഞ്ചേരി നഗരം നാളെ മുതൽ ഒരാഴ്ച പൂർണ്ണമായി അടച്ചിടും. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. നഗരപരിധിയിലെ 11 മുതൽ 15 വരെ വാർഡുകളിലാണ് നിയന്ത്രണം. മലപ്പുറത്ത് ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത് വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം കമ്മിറ്റി. ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത് മങ്കട ചേരിയമലയിൽ കഴിയുന്ന ആദിവാസി കുടുംബങ്ങൾക്ക്. മലപ്പുറം മങ്കട കടന്നമണ്ണ പഞ്ചായത്ത് പടിയിൽ 50 ലിറ്റർ വാഷ് പിടികൂടി നശിപ്പിച്ച് പോലീസ്. വർക്ക്ഷോപ്പിന് പിന്നിലെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു വാഷ്. കേസിൽ മങ്കട പോലീസ് അന്വേഷണം തുടങ്ങി. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ബ്രീത്ത് ഈസി ചലഞ്ചിലേക്ക് തുക സമാഹരിച്ച് ഇരുമ്പുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. തുക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AK റഫീഖയ്ക്ക് കൈമാറി. മലപ്പുറത്ത് പ്രതിഷേധവുമായി സ്കൂൾ പാചക തൊഴിലാളി സംഘടന. വേനലവധി വേതനം ഉടൻ പ്രഖ്യാപിക്കുക, മിനിമം വേതനം 5000 രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ആദ്യ കോവിഡ് കാലത്ത് കിട്ടിയിരുന്ന 1500 രൂപ മാസങ്ങളായി കിട്ടുന്നില്ലെന്നും പരാതി. മലപ്പുറം മങ്കട ഗവൺമെന്റ് ആശുപത്രിയിൽ വെൽഫെയർ കിച്ചൺ ആരംഭിച്ചു. ആശുപത്രിയിലെ കോവിഡ് കെയർ സെന്ററിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സേവനം ലഭ്യമാകും. മങ്കട CHC RMO ഡോക്ടർ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം നഗരസഭയുടെ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങൾക്കും വാടക ഒഴിവാക്കി കൗൺസിൽ യോഗം. കോവിഡ് കാലങ്ങളിൽ അടച്ചിട്ട സ്ഥാപനങ്ങളുടെ വാടകയാണ് ഒഴിവാക്കി നൽകിയത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ മെഡിക്കൽ ഓക്സിജൻ പൈപ്പ് ലൈൻ നിർമ്മിച്ച് നൽകാൻ മലബാർ ചേംബർ. ഇത് സംബന്ധിച്ച് ധാരണാപത്രം ജില്ലാ ക്ലർക്കിക്ക് കൈമാറി. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് LJD കോഴിക്കോട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. LJD സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് E രവീന്ദ്രനാഥ് ധർണ ഉദ്ഘാടനം ചെയ്തു. വയനാട് കൽപ്പറ്റയിൽ 60 ലിറ്ററോളം വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. സ്വകാര്യ വ്യക്തിയുടെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ് വാഷും വാറ്റുപകരണങ്ങളും പിടികൂടിയത്. കേസിൽ തമിഴ്നാട് മധുര സ്വദേശി ഭൂപതി, കോഴിക്കോട് സ്വദേശി സുമേഷ് P എന്നിവർ അറസ്റ്റ്. കണ്ണൂർ കോർപ്പറേഷന്റെ കീഴിൽ 7.5 ബീച്ചിന്റെ ഭാഗം കടലെടുത്തു. ബീച്ചിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിലെ കരഭാഗമാണ് കടലെടുത്തത്. 50ഓളം വീടുകൾ തകർച്ചാ ഭീഷണി. കണ്ണൂർ പാലപ്പുഴ ജനവാസ മേഖലയിൽ വിളകൾ നശിപ്പിച്ച് ആനക്കൂട്ടം. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 10 തവണയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തി കൃഷി നശിപ്പിച്ചത്. ആറൻ ഫാമിലും പെരുമ്പുന്ന മേഖലയിലും കൂടലാടും ആനക്കൂട്ടമെത്തി കൃഷി നശിപ്പിച്ചു. ഈ മാസം 9-ാം തീയതി മുതൽ ആരംഭിക്കുന്ന ട്രോളിംഗ് നിരോധന നടപടികൾ ചർച്ച ചെയ്യാൻ കാസർഗോഡ് ജില്ലാ കളക്ടർ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. തീരദേശ പോലീസിന്റെ പരിശോധന ബോട്ട് മഞ്ചേശ്വരത്തേക്ക് മാറ്റുവാൻ തീരുമാനം. ജില്ലയ്ക്ക് സ്ഥിരമായി രക്ഷാ ബോട്ട് അനുവദിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ട് തൊഴിലാളി യൂണിയൻ നേതാക്കൾ. കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന അക്വാട്ടിക് അക്കാദമിക് ധാരണാപത്രമായി ജില്ലാ സ്പോർട്സ് കൌൺസിലും നഗരസഭയും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. പൊതുമേഖലാ സ്ഥാപനമായ HALന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ടിൽ നിന്നാണ് പദ്ധതിക്ക് ആവശ്യമായ തുക അനുവദിക്കുന്നത്. കാസർഗോഡ് പോസ്റ്റൽ എംപ്ലോയീസ് സഹകരണ സംഘം മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് 2 ലക്ഷം രൂപ കൈമാറി. ഉദുമ MLA CH കുഞ്ഞമ്പു സംഭാവന ഏറ്റുവാങ്ങി. 2 ദിവസത്തെ ശമ്പളവും ജീവനക്കാർ വാക്സിൻ ചലഞ്ചിലേക്ക് നൽകി. കാസർഗോഡ് കുമ്പളയിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. ബദ്രിയ നഗർ ബടംബ്രാട്ടിയിലെ പുരുഷോത്തമനാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വീണ്ടും ഹെഡ് ന്യൂസിലേക്ക് നോക്കാം. എന്റർടൈൻമെന്റ് ന്യൂസ്. ക്ലബ് ഹൌസിലെ വ്യാജ പ്രൊഫൈലുകൾക്കെതിരെ കൂടുതൽ താരങ്ങൾ രംഗത്ത്. തങ്ങളുടെ പേരിലുള്ള അക്കൗണ്ടുകൾ വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി ആസിഫ് അലിയും ടൊവിനോയും ജോജു ജോർജും അടക്കമുള്ള താരങ്ങൾ. ക്ലബ് ഹൌസിൽ അക്കൗണ്ടില്ലെന്നും പ്രൊഫൈലുകൾ വ്യാജമാണെന്ന് കാട്ടി പൃഥ്വിരാജും ദുൽഖർ സൽമാനും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ബാലതാരം മീനാക്ഷി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രം അമീറയിലെ അവതരണ ഗാനം ശ്രദ്ധ നേടുന്നു. ഗായത്രി ഓമനക്കുട്ടനാണ് ആലാപനം. ഹരിത ഹരിബാബുവിന്റെ വരികൾക്ക് അനൂപ് ജേക്കബാണ് സംഗീതം ഒരുക്കിയത്. ഒരു കൂട്ടം പ്രവാസി സുഹൃത്തുക്കൾ ചേർന്നൊരുക്കിയ ഹ്രസ്വചിത്രം സദൃശ്യവാക്യങ്ങൾ ശ്രദ്ധേയമാകുന്നു. അഭിലാഷ് പൊൻകുന്ന സംവിധാനം നിർവഹിച്ച ഹ്രസ്വചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മുനീർ മുഴുപ്പിലങ്ങാടാണ്. നീതു ശ്രീനിവാസൻ, അഭിലാഷ് പൊൻകുന്നം എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ATM സേവനങ്ങൾക്ക് ജൂൺ മാസം മുതൽ 173 രൂപ അധിക ചാർജായി ഈടാക്കുമെന്ന് വ്യാജ പ്രചാരണം. 4 തവണയിൽ കൂടുതൽ ATM ഉപയോഗിക്കുമ്പോൾ അധിക തുക ഈടാക്കുമെന്നാണ് സന്ദേശം. പ്രചാരണം വസ്തുതാവിരുദ്ധമാണ്. തായ്വാനിൽ ആനയുടെ ആകൃതിയിൽ പർവ്വതനിര പ്രചരിക്കുന്ന ചിത്രത്തിന്റെ സത്യാവസ്ഥയിലേക്ക്.
അമേസിംഗ് എലിഫന്റ് മൗണ്ടൻ എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. സഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒറ്റനോട്ടത്തിൽ ആകർഷകമായി തോന്നുന്നതാണ് ചിത്രം. ഭൂമിയിലെ അവിസ്മരണീയ കാഴ്ച കാണാൻ താൽപര്യപ്പെടുന്നുവെന്ന കമന്റുമായി നിരവധി സഞ്ചാര സംഘങ്ങളാണ് ഈ സ്ഥലത്തെക്കുറിച്ച് അന്വേഷണവുമായി രംഗത്ത് വരുന്നത്. സമൂഹമാധ്യമങ്ങളിൽ ലോകത്തെമ്പാടുമുള്ള പ്രകൃതി സ്നേഹികൾ ആകാംക്ഷയോടെ ചിത്രം പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാൽ പ്രചരിക്കുന്ന ചിത്രം യഥാർത്ഥ മലനിരകളുടേതല്ല. 2018 പോളണ്ടിലെ മിറേക്കിസ് എന്ന കലാകാരൻ ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ സൃഷ്ടിച്ച ചിത്രമാണിത്. ആ ഘട്ടത്തിൽ തന്നെ സമൂഹമാധ്യമങ്ങളിൽ ഈ ഡിജിറ്റൽ ആർട്ട് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കിട്ടിയത് സെൻട്രൽ വിസ്റ്റ പ്രൊജക്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കേന്ദ്ര സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ. അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ യാദവാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കോവിഡ് സാഹചര്യത്തിൽ പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമെന്ന് കാണിച്ചാണ് അപ്പീൽ. അസമിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ പകർച്ചവ്യാധി നിയമപ്രകാരം കേസെടുക്കണമെന്ന് IMA സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ സത്യജിത് ബോറ. അസമിൽ കൂടുതൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും ഡോക്ടർ സത്യജിത് ബോറ. ഉത്തർപ്രദേശിൽ ഭക്ഷണം നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. ആക്രമണമുണ്ടായത് ഗോഗവാൻ ജലാൽപൂർ പ്രദേശത്ത്. ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മധ്യപ്രദേശിൽ +2 പരീക്ഷകൾ റദ്ദാക്കി. കോവിഡ് വ്യാപനം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൃശൂർ ഊരകത്ത് ആരോഗ്യവകുപ്പിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ച കോവിഡ് ആശുപത്രി പൂട്ടിച്ചു. ഊരകം ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിക്കെതിരെയാണ് നടപടി. കൃത്യമായ ചികിത്സ നൽകാത്തതിനെ തുടർന്നാണ് DMOയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ആശുപത്രി പൂട്ടിയത്. ന്യൂസ് പൂർത്തിയാകുന്നു.